സോ ഫ്രണ്ട്സ്, ആസ് യൂഷ്വൽ വർക്ക് കഴിഞ്ഞിട്ട് കിച്ചണിൽ വന്നിട്ട് എന്തെങ്കിലും സ്നാക്ക് കഴിക്കാനുണ്ടോ എന്ന് നോക്കിയതായിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടാവില്ല. അപ്പോഴാണ് രാവിലത്തെ പുട്ടിരുന്ന് കണ്ടത്. അപ്പം തന്നെ ഒരു ഐഡിയ വന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ രാവിലത്തെ പുട്ടുണ്ടായിരുന്നു ബാക്കി. സോ അത് വെച്ചിട്ട് മോച്ചി എന്നുള്ളൊരു ഡിഷ്, വെച്ചാൽ ജാപ്പനീസ് ഡിഷാണ് കേട്ടോ. അത് ആക്ച്വലി റൈസ് പൗഡറും കൊണ്ട് തന്നെ ചെയ്യാം. സോ നമ്മുടെ പുട്ട് റൈസ് പൗഡർ ആണല്ലോ, അരിപ്പൊടിയാണല്ലോ. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ റൈസ് പൗഡർ കൊണ്ട് മോച്ചി ചെയ്ത് നോക്കാം. സോ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഫസ്റ്റ് തന്നെ നമ്മൾ ആ പുട്ടുണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുക്കണം. അതിൽ നിങ്ങൾക്ക് കൈ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ മിക്സിയിൽ പൊടിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. സോ ദാറ്റ് അതൊന്നും എന്താ പറയുക, കുറച്ചും കൂടി ഫൈൻ പൗഡറായിട്ട് കിട്ടും. ഇതുപോലെ ഇത് ഫൈൻ ആയിട്ടില്ല, പക്ഷേ നിങ്ങൾ ഫൈൻ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എന്നിട്ട് അടുത്തത് നമുക്ക് കുറച്ച് മിൽക്ക് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാ. ഇതിൽ ആകെ 2 ഇൻഗ്രീഡിയൻസേ പോകുന്നുള്ളൂ, മിൽക്കും പിന്നെ ഷുഗറും. അപ്പോൾ ഈ 2 സംഭവങ്ങളും കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വേറെ വെള്ളം വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ ഇപ്പോൾ അവിടെ മിൽക്ക് വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ അത് നമുക്ക് ചൂടാക്കിയെടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ ഈ പൊടിച്ചിട്ടുള്ള പുട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. ഓക്കെ, എല്ലാം കൂടെ ഇട്ടാം. എന്നിട്ട് അതൊന്ന് ഇതാക്കുക. ഇവിടെ എൻ്റെ ഇങ്ങനെ ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പുട്ട് ഭയങ്കര ലംസ് ഉണ്ടായിരുന്നു, ചെറിയ വലിയ വലിയ പീസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ഉടച്ചെടുത്തതാണ് ചെയ്തിട്ടാ. നിങ്ങളത് പൊടിച്ചിട്ടുണ്ടെങ്കിൽ, നല്ലവണ്ണം പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല ആ ഒരു സ്റ്റെപ്പിൻ്റെ. പിന്നെ നമ്മൾ നല്ലോണം കുറുക്കിയെടുക്കണം. സോ ദാറ്റ് അത് നല്ല തിക്കായിട്ട് വരും. അതുവരെ ഇങ്ങനെ നമ്മൾ സ്റ്റെയർ ചെയ്തിട്ടേ ഇരിക്കണം, കുറേ നേരം ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതൊക്കെ കുറച്ച് തിക്കാവുന്ന സമയത്ത് കുറച്ചൊരു ഓയിൽ, എന്തെങ്കിലും ഒരു ഓയിൽ, നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഒരു ഓയിൽ, അല്ലെങ്കിൽ ബട്ടർ ഇട്ടാൽ നന്നാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇവിടെ ഓയിലാണ് കൊടുത്തത്. പിന്നെ അത് പിന്നെ ഒന്ന് നല്ലപോലെ ഇളക്കി നല്ലപോലെ സ്റ്റിക്കായിട്ട് വരും, സ്റ്റിക്കി പോലെ ആയിട്ട് വരും. നമ്മുടെ ഇപ്പോൾ ഈ പുട്ടായ കാരണം നമ്മുടെ ലംസും ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് കുറച്ച് സ്റ്റിക്കി ആയില്ല. എന്നാലും ഏകദേശമൊക്കെ ആയി. ബട്ട് ആ പുട്ടിൻ്റെ കുറച്ചൊരു ലംസ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരുന്ന സാധനം. അതിന് ശേഷം കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കൗണ്ടർ ടോപ്പിൽ. കോൺഫ്ലവർ എന്തിനാണ് എടുക്കുന്നത് പറഞ്ഞാൽ, അത് ഭയങ്കര സ്റ്റിക്കി ആണല്ലോ. അപ്പോൾ അതൊന്ന് കയ്യിലും അവിടെ നിന്ന് ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ എടുക്കുന്നത് കേട്ടോ. അവരുടെ മെയിൻ അതിൽ കോൺഫ്ലവർ തന്നെയാണ്. മോച്ചിയിൽ കൂടുതലും കോൺഫ്ലവർ ആണ് യൂസ് ചെയ്യാറ്. സോ അതൊന്ന് നല്ലോണം നീഡ് ചെയ്തെടുക്കണം, നല്ലോണം കുഴച്ച് ഒട്ടപ്പനാക്കി എടുക്കണം. അതിന് നിറയെ കോൺഫ്ലവർ യൂസ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് കേട്ടോ. 1-2 പ്രാവശ്യമൊന്നുമല്ല ഞാൻ കോൺഫ്ലവർ യൂസ് ചെയ്തിട്ടുണ്ടെന്നോ. ആ പാക്കറ്റിലുള്ള കോൺഫ്ലവർ മൊത്തം കഴിഞ്ഞോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്. ബിക്കോസ് അത്രയ്ക്കും കൂടുതൽ കോൺഫ്ലവർ ഉണ്ടായിരുന്നു, അത് അത്രയ്ക്കും കൂടുതൽ സ്റ്റിക്കി ആയിരുന്നു. ബിക്കോസ് മോച്ചിൻ്റെ കൺസിസ്റ്റൻസി തന്നെ ആ ഒരു സ്റ്റിക്കിനെസ്സും ആ ഒരു സോഫ്റ്റ് ടെക്സ്ചറാണ്. സോ എത്ര കോൺഫ്ലവർ ഇട്ടാലും അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ മാറ്റി കിട്ടും. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, ഭയങ്കര 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 മെസ്സിയായിരുന്നു. പിന്നെ നമ്മൾ കത്തി വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഉണ്ട വേണോ ആ ഉണ്ടയിലുള്ള കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് അതെല്ലാം റോൾ ചെയ്യാം. ഇതിപ്പോൾ കണ്ടല്ലോ, ഇതുപോലത്തെ ഒരു സ്റ്റിക്കിനെസ് ഉണ്ടാവും അതിൽ. പിന്നെ സോഫ്റ്റും ആയിരിക്കും. ഈ ഒരു കൺസിസ്റ്റൻസി എന്തായാലും വരണം. ഇതിനെക്കാട്ടി സ്റ്റിക്കി ആവണം ആക്ച്വലി. പക്ഷെ നമ്മൾ ഇപ്പോൾ പുട്ട് യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് നമ്മൾ അത്ര സ്റ്റിക്കി ആയില്ല അത്. പിന്നെ അതിൽ പുട്ടിൻ്റെ തേങ്ങ ഉണ്ടായിരുന്നു, അത് ഞാൻ മറന്നു പോയതാണ് കളയാൻ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ചോക്കോ പൗഡറില്ല, അതിൽ വന്നിട്ട് ഒരു മോച്ചി ചെയ്താണ്. അതൊന്നും ജസ്റ്റ് ഡിപ്പ് ചെയ്തെടുക്കുന്ന പോലെയാണ്. നമുക്ക് വേണമെങ്കിൽ ചോക്കോ മിക്സ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഞാൻ ചോക്കോ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷെ അത് അത്രയ്ക്ക് ഇങ്ങോട്ട് വർക്കൗട്ട് ആയില്ല, ബിക്കോസ് അതിൽ ലംസ് ഉണ്ടായിരുന്നു. ആൻഡ് അതിപ്പോൾ കറക്റ്റായിട്ട് മിക്സ് ആയില്ല. പക്ഷെ ഓക്കെ, കുഴപ്പമില്ല. നെക്സ്റ്റ് വന്നിട്ട് വീട്ടിൽ കുറച്ച് ജെംസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് വെച്ചിട്ട് സ്റ്റഫ് ചെയ്തു കേട്ടോ. നമ്മൾ മോച്ചിയിൽ എന്ത് ടൈപ്പ് വേണമെങ്കിൽ സ്റ്റഫിങ്സ് എടുക്കാം. ലൈക്ക് ഐസ്ക്രീം ഇടാം, ചോക്ലേറ്റ് ഇടാം, റെഡ് ബീൻസിൻ്റെ ഇടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ലൈക്ക് സ്റ്റഫിങ്സ് നമുക്ക് ഉള്ളിക്കിടാം. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. സോ ഇത് കണ്ടപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് മോച്ചി ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഫ്രണ്ട്സ്, അങ്ങനെ സംഭവം ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഓയ്യോ, പറയേണ്ട ഒന്നും ഞാൻ വിചാരിച്ച് പെട്ടെന്നാവുന്നു. പക്ഷെ ഇത് ഭയങ്കര 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 ടൈം എടുത്ത് പറഞ്ഞത് ഇവിടെ ടൈം എടുക്കാൻ കുഴപ്പമില്ല. ബട്ട് ടു മെസ്സി പറഞ്ഞാൽ
അയ്യോ, ഇത്രയ്ക്കും മെസ്സി ഞാൻ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഭയങ്കര മെസ്സി ആയിരുന്നു. ഞാൻ പല ടൈപ്പിൽ ട്രൈ ചെയ്തു. ഐ ഡോണ്ട് നോ ഇറ്റ് വിൽ വർക്ക് ഓൺ. ഇത് ഫസ്റ്റ് ഇതിൽ പറയാനുള്ളത്, ഐ തിങ്ക് നിങ്ങൾ ആ പുട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി അരച്ചിട്ട് യൂസ് ചെയ്യുക, സോ ദാറ്റ് അത് ഈ ലംസ് പോലെ ക്രിയേറ്റ് ചെയ്യില്ല. ഐ ഡോണ്ട് നോ, ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. ഒന്ന് ട്രൈ ചെയ്യാം നമുക്ക്. ഓക്കെ, ഇതിൻ്റെ ഷേപ്പൊക്കെ നന്നായിട്ടുണ്ട്, ടെക്സ്ചറും ഇറ്റ്സ് സോഫ്റ്റ്. ഞാൻ ഉള്ളിൽ കുറച്ച് ജെംസ് ഇട്ടുണ്ടായിരുന്നു. ജെംസ് ഉള്ളതാണ് കേട്ടോ. ഐ മീൻ, ഐ ഡോണ്ട് നോ, പുട്ട് കഴിക്കണ പോലെ തന്നെ ഉണ്ട്, പ്രത്യേകിച്ച് തോന്നില്ല എനിക്ക്. ഐ ഡോണ്ട് തിങ്ക് ഫുഡിന്റെ പോലെ, ബട്ട് എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. എനിക്ക് പിന്നെയും കഴിക്കാം. ഇനി വെറുതെ ഒന്നും ഉണ്ടായിരുന്നല്ലോ അവിടെ എവിടെയോ. ദ നോർമൽ വൺ. ഓക്കെ, ചില റിവ്യൂ അതാണ്. ആക്ച്വലി കുഴപ്പമില്ല, ടേസ്റ്റ് നന്നായിട്ടൊക്കെ ഉണ്ട്. ഇത് പ്രോപ്പർ റെസിപ്പി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ബട്ട് നമുക്ക് എന്താ പറയുക, ലെഫ്റ്റ് ഓവർ പുട്ടിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് ഇതൊരു 2-3 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ എനിക്കറിയില്ലല്ലോ, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇത് ഷോർട്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവും. ഐസ്ക്രീംസ് അതൊക്കെ നന്നായി ടേസ്റ്റ് ഉണ്ടാവും. ചെറുതായിട്ട് പുട്ടിൻ്റെ ടേസ്റ്റ് തന്നെയാണ്, കുറച്ചും കൂടി സ്റ്റിക്കി ആവണമായിരുന്നു. ഇത് പുട്ടായത് കാരണമാണ് കുറച്ച് ലംസ് ക്രിയേറ്റ് ആയത്. കുറച്ചുകൂടി സ്റ്റിക്കി ആക്കായിരുന്നു. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി നമ്മുടെ ഒരു റെസിപ്പി. സോ നിങ്ങളും ഈ സംഭവം ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന്. ഇങ്ങനത്തെ കുറേ അധികം എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യുക. ഞാൻ എന്തായാലും വെച്ച് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും, എൻ്റെ അഭിപ്രായം പറയേണ്ടതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ബെൽ ഐക്കൺ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.